ഹായ് എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള പാറ്റേൺസ് ഒക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്തോ, ആ ഒരു വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് കണക്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ നോക്കാം. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് വരുന്നത് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് കോളത്തിൽ ശരിക്കും 2, 3 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് പ്രിൻറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് 3, 2 എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ പൊസിഷൻ നോക്കൂ. 3, 2 കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴത്തെ ലൈനിൽ 4, 5, 6 തന്നെ കറക്റ്റ് അസെൻഡിങ് ഓർഡർ, അതുപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡർ എന്നാണ് ഇതിന് പറയുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളത് ഡിസെൻഡിങ് ഓർഡറിലാണ്. പിന്നെ വീണ്ടും എന്ത് അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, 4th റോയിൽ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ, നമുക്ക് ഇതുപോലെ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇതിലിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നുള്ള കാര്യം അതിൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കും 2ൽ അതുപോലെ തന്നെ 4ലുമാണ് ഡിസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഇവൻ നമ്പേഴ്സ് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഇവൻ നമ്പേഴ്സ് വരുന്ന ടൈമിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കുക, അല്ല ഓഡ് നമ്പേഴ്സ് വരുന്ന ടൈമിൽ, അതായത് ഐൻ്റെ പൊസിഷനാണ് പറയുന്നത്. നമ്മൾ ഓരോ റോസിൻ്റെ അനുസരിച്ച് എങ്ങനെ നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അസെൻഡിങ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാക്കുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ നമുക്ക് ജസ്റ്റ് വേണ്ട വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്, എത്ര റോസ് ഉണ്ടെന്ന് കൊടുക്കണം. ഇൻറ്റ് റോസ് എന്ന് പറഞ്ഞ് നമുക്ക് ടോട്ടൽ 5 റോസാണ് ഉള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വാല്യൂ ആയിട്ട് കൊടുത്താലും മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്താ, കറൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്, കറൻറ്റ് നമ്പർ. അപ്പോൾ ഈ ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമായിരിക്കും എന്ത് 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇത് നമ്മൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ഇത്. അതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 ഫോർ ലൂപ്പാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു രീതിയിൽ പാറ്റേൺ ആണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഐൻ്റെ വാല്യൂ നമ്മൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ടോട്ടൽ നമുക്ക് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെ വേണം, റോസ് വരെ വേണം. ടോട്ടൽ 5 വേണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഓരോ താഴോട്ട് ഓരോ റോസിലോട്ട് പ്രിൻറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഇന്നർ ഫോർ ലൂപ്പ്. ഇന്നർ ഫോർ ലൂപ്പിൽ അതുപോലെ തന്നെ ഇൻറ്റ് ജെ എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെ മതി, ഐൻ്റെ വാല്യൂ അനുസരിച്ച് മതി. കാരണം എന്താ, ഫസ്റ്റ് റോയിൽ ഒരു കോളത്തിൽ പ്രിൻറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് റോയിൽ ഐൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻ്റ് ആകുന്ന ടൈമിൽ 2 കോളങ്ങളിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ജെൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് അടുത്ത കോളങ്ങളിലോട്ട് പോകുന്നത് ഈ J++. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ജെൻ്റെ വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രിൻ്റ് എഫിൽ ജസ്റ്റ് ഇവിടെ എന്ത് കൊടുക്കുക, നമുക്ക് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഇത് വരിക. ഇവിടെ ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പിന് താഴെയായിട്ട് നമ്മളിത് ചെക്ക് ചെയ്തിട്ടുള്ളതല്ലേ, പ്രിൻ്റ് എഫിൽ എന്തെടുത്ത് /n എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൻ്റെ രീതിയിൽ ഒരു സ്റ്റാർ പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പാറ്റേണിൻ്റെ നമ്പർ പാറ്റേണിൻ്റെ നേരെ സ്റ്റാർ പാറ്റേൺ ആണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രിൻ്റ് എഫിന് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്പറാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു പുതിയൊരു വേരിയബിൾ കൂടി അസൈൻ ചെയ്യുകയാണ്. സ്റ്റാർട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ സ്റ്റാർട്ടിങ് നമുക്ക് ഓരോ ടൈമിലും മാറ്റാനുള്ളതാണ്. സ്റ്റാർട്ട് നമ്പർ ഇപ്പോൾ നിലവിൽ നമുക്ക് എന്ത് കൊടുക്കാം, കറൻറ്റ് നമ്പർ കൊടുക്കാം. കാരണം ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, 1 പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കറൻറ്റ് നമ്പറിൻ്റെ ആദ്യം നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ പ്രിൻ്റ് എഫ് മാറ്റിയിട്ട് ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇഫ് കണ്ടീഷനിൽ കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ കണ്ട് എന്ത് ചെയ്യുക, ഐൻ്റെ വാല്യൂ എന്താവുന്ന ടൈമിൽ, അതായത് ഓഡ് നമ്പേഴ്സ് വരുന്ന ടൈമിൽ എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ മോഡ് ടു ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഐ മോഡ് ടു നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. രണ്ടും എന്താണ്, സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രിൻ്റ് എഫിൽ പ്രിൻറ്റ് ചെയ്യിക്കാം. എന്താ പ്രിൻറ്റ് ചെയ്യുക, %d. ഇവിടെ എന്ത് കൊടുക്കാം, നമ്മുടെ സ്റ്റാർട്ട് നമ്പർ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിക്കാം. സ്റ്റാർട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത്. ഓക്കെ,
ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ നമുക്ക് കിട്ടുന്നത്. കേട്ടോ, കംപ്ലീറ്റ് 1 ആയിട്ട് കിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 1നെ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാം? ഇപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വന്നിട്ടുള്ളത് നമ്മൾ എന്താണ്, ഇതിൻ്റെ എൽസ് കേസ് നമ്മൾ കൊടുത്തിട്ടില്ല. എൽസ് കേസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനകത്ത് നമ്മൾ ഒന്നും പ്രിൻറ്റ് ചെയ്യിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രിൻ്റ് എഫിൽ ജസ്റ്റ് തൽക്കാലം ഒരു സ്റ്റാർ ഇട്ട് വെക്കാം. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പൊസിഷനൊക്കെ 1 അതുപോലെ തന്നെ 3 1 വന്നിട്ടുള്ള പൊസിഷന് ഇവിടെയൊക്കെ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് വേണ്ടത്. കണ്ടോ, 4 5 6 അതുപോലെ തന്നെ 11 12 13 ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വാല്യൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ട് നമ്പറിൻ്റെ. കേട്ടോ, 1 2 3 എന്നാണ് എന്തായി പോയിട്ടുള്ളത്, ആഡായി പോയിട്ടുള്ളത്. പക്ഷേ ഇനി നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്, ഈ 1 2 3 എന്ന് ആഡ് ആവുന്നതിന് പകരം നമുക്ക് എന്ത് വേണം, ഓരോ തവണയും ഐൻ്റെ വാല്യൂ ഉണ്ടോ, ഐൻ്റെ വാല്യൂ 1 2 3 ആണ് വരുന്നത് ഇവിടെ. ശരിക്കും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 4ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കുക, 4ൽ നിന്നാണ് ഇനി സ്റ്റാർട്ട് ആവേണ്ടത്. അപ്പോൾ 4ൽ നിന്ന് സ്റ്റാർട്ട് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കറൻറ്റ് നമ്പറാണ് നമ്മൾ സ്റ്റാർട്ട് നമ്പറിലോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ സ്ഥലത്തും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ 1 കിട്ടാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ ഒരു താഴെ നമ്മുടെ ഫോർ ലൂപ്പിന്, ഓക്കെ, ഇന്നർ ഫോർ ലൂപ്പിന് താഴെയായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഈ കറൻറ്റ് നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറൻറ്റ് നമ്പർ എന്തായിട്ടാണ് കൊടുക്കുക, അതിൻ്റെ കൂടെ ഐനും കൂടി കൂട്ടാം നമുക്ക്, പ്ലസ് അസൈൻ ഐ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം എന്താ സംഭവിക്കുക, ഇവിടെ കറൻറ്റ് നമ്പറിൽ ഓൾറെഡി 1 ഉണ്ട്, 1ൻ്റെ കൂടെ 3 ആണ് കൂട്ടുക. കാരണം ഈ ഒരു സ്റ്റാർട്ടിങ് 1 വരുന്നത് എവിടെ നോക്കൂ, 1 2 3 ഐൻ്റെ വാല്യൂ 3 ആകുന്ന ടൈമിൽ 3 + 1 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 5 6 ആണ് വരുന്നത്, 6 + 1 എന്ന് പറയുമ്പോൾ 7. ഓക്കെ, 7ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, നമുക്ക് പക്ഷേ ആ ഒരു പൊസിഷനിൽ എന്താണ് നേരെ തിരിച്ചാണ് വരുന്നത്. അതുമാത്രമല്ല 7 അല്ല വരിക, അപ്പോഴേക്കും എന്ത് മാറിയിട്ടുണ്ടാവും, ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഒരു വാല്യൂ തൊട്ട് മുമ്പുള്ള 4ഉം കൂടി അതിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ടാവും. അത് 4 + 7 എന്ന് പറയുമ്പോൾ എത്ര ആയിട്ടുണ്ടാവും, 11 ആയിട്ടുണ്ടാവും. അതാണ് അവിടെ വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, 1 4 5 6 11 12 13 14 15 എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താഴെയുള്ളത് കറക്റ്റ് കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് വേണം, എൽസ് കേസിൽ കണ്ടീഷൻ കൊടുക്കണം. എൽസ് കേസിൽ നമ്മൾ എന്ത് തന്നെയാണ് കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് നമ്പർ ++ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. കാരണം ഓരോ തവണയും കോളങ്ങളിൽ പ്രിൻറ്റ് ചെയ്യിക്കുന്നതാണ് എന്ത് സ്റ്റാർട്ട് നമ്പർ എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ട് നമ്പർ എന്ത് 4 വന്ന് അതുകൂടി ++ ചെയ്യുമ്പോൾ എന്താവുന്നു, അത് 5 ആകുന്നു, വീണ്ടും ++ ആകുമ്പോൾ 6 ആകുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് തന്നെ നമ്മൾ ++ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, %d. നെക്സ്റ്റ് ഇവിടെയും എന്ത് കൊടുക്കാം, നമുക്ക് സ്റ്റാർട്ട് നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷേ അത് ഡയറക്റ്റ് നമ്മൾ സ്റ്റാർട്ട് നമ്പർ അല്ല പ്രിൻറ്റ് ചെയ്യിക്കുന്നത്, ഇവിടെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യിക്കണം. ഡിസെൻഡിങ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യിക്കാൻ നമുക്ക് എന്ത് കൊടുക്കാം, അതിൻ്റെ കൂടെ ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് 2 3 എന്നുള്ളതാണ്. പക്ഷേ അത് ഡിസെൻഡിങ് ഓർഡറിലാക്കുമ്പോൾ 3 2 എന്ന് വരണം. ഓക്കെ, 3 കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുക, ഐ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട് നമുക്ക്, അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, +i എന്ന് പറയുമ്പോൾ ഞാനിവിടെ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടാം. സ്റ്റാർട്ട് നമ്പറിൽ എത്ര ആയിരിക്കും, സ്റ്റാർട്ട് നമ്പറിൽ ഓൾറെഡി ഇതായിരിക്കും 1 ആണ് ഉണ്ടാകുക. ഓക്കെ, 1 +2 സ്റ്റാർട്ട് നമ്പറിൽ എന്താ ഉണ്ടാകുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് നമ്പർ ഓൾറെഡി പ്രിൻറ്റ് ചെയ്തു, പിന്നെ ++ ആയിട്ടുണ്ട്, അപ്പോൾ അതിൽ 1 അല്ല 2 ആണ് ഉണ്ടാകുക. ഓക്കെ, 2 + 2 എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 2 ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് കേസിൽ. ഓക്കെ, അപ്പോൾ 4 ആയിട്ടുണ്ട്. 4 കിട്ടിയാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് 1 കുറക്കണം. ഓക്കെ, അപ്പോൾ -1 എന്ന് കൊടുത്തിട്ട് കാര്യമില്ല, എപ്പോഴും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ. നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യണം, അതിൻ്റെ തൊട്ടടുത്ത കുളത്തിലോട്ട് എത്തുന്ന ടൈമിൽ അതിനെ 2 ആക്കിയിട്ട് വീണ്ടും കുറച്ച് വരണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വരണമെങ്കിൽ നമുക്ക് J എന്ന് പറഞ്ഞിട്ട് Jനെ കൊടുക്കാം നമുക്കവിടെ. ഓക്കെ, അതിൽ നിന്ന് J കുറക്കാം. കാരണം നമുക്ക് 4 അല്ല കിട്ടേണ്ടത്, 3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 3 ഇവിടെ കിട്ടും. 4ൽ നിന്ന് എന്ത് കുറക്കുന്നു, Jൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ 1 കുറക്കും. അതുപോലെ തന്നെ 2 ആകുമ്പോൾ വീണ്ടും 1 കൂടി കുറക്കും. ഓക്കെ, 2 കുറക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ പ്രിൻറ്റ് ചെയ്യിക്കാം. കണ്ടോ, 3 2. അതുപോലെ തന്നെ സെയിം നമ്മുടെ ഇക്വേഷൻ ഇവിടെയും ഓക്കെ ആണ്. കാരണം
ഇവിടെ വരുന്നത് എങ്ങനെയാണ് ജസ്റ്റ് നോക്കൂ. ഇവിടെ നമുക്ക് വാല്യൂസ് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ 6 കഴിഞ്ഞാൽ എന്ത് വന്നിട്ടുണ്ടാവും, ഓരോ ടൈമിലും ഈ കറണ്ട് നമ്പറിൻ്റെ വാല്യൂം കൂടി ഇതിൻ്റെ കൂടെ മാറിയിട്ടുണ്ടാവും. എന്തായിട്ടുണ്ടാവും, 6 എന്നുള്ളത് 7 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. സ്റ്റാർട്ട് നമ്പർ പ്ലസ് i മൈനസ് ജെ. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 6 അതിൻ്റെ കൂടെ 7 8 9 10. ഓക്കെ, അത് റിവേഴ്സ് ഓർഡറിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടാണ് ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇഫ് കണ്ടീഷനും എൽസ് കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 2 ഫോർ ലൂപ്പ് ഇന്നർ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് രീതിയിലൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.